ഓം നഗുരോരധികം തത്വം നഗുരോരധികം തപ നഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പാവല്ലെങ്കിൽ പിന്നെയാര്? സുബ്ബയ്യനോ? പ്രിയരെ, ഒരിക്കൽ ഗുരുദേവൻ വക്കത്ത് പോകുന്നതിനായി വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ വള്ളത്തിൽ തുഴച്ചിൽക്കാരനെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ വക്കത്തുള്ള നല്ലൊരു നെയ്ത്തുകാരനായിരുന്നു. തുണി നെയ്യുന്നതിനുള്ള ഒരു കെട്ട് നൂലുമായിട്ടായിരുന്നു അയാളുടെ അപ്പോഴത്തെ യാത്ര. പശ പിടിച്ച് പന്തം പോലെ ചുറ്റിവെച്ചിരുന്ന ആ നൂലിന് പാവ് എന്നാണ് പറഞ്ഞിരുന്നത്. പാവ് എല്ലാവർക്കും അറിവുള്ള ഒരു വസ്തുവായിരുന്നു. എന്നാൽ അധികമാർക്കും പരിചയമില്ലാത്ത ഒരു പാവ് കൂടി ഉണ്ടായിരുന്നു. അത് ഒരു അങ്ങാടി മരുന്നായിരുന്നു. വാതരോഗത്തിനും രക്തദൂഷ്യത്തിനും കഷായമുണ്ടാക്കുന്നതിനായി പാവ് എന്ന ആ മരുന്നാണ് വൈദ്യന്മാർ സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. ഗുരുദേവൻ വള്ളത്തിലിരുന്ന നെയ്ത്തുകാരനെയും അയാളുടെ കൈവശമുണ്ടായിരുന്ന പാവിനെയും മാറി മാറി ശ്രദ്ധിച്ചു. അയാളുടെ മുഖത്ത് അപ്പോൾ മിന്നിമറിഞ്ഞിരുന്ന ചില ഭാവമാറ്റങ്ങൾ കണ്ടിട്ട് യാതൊന്നും അറിയാത്തതുപോലെ ഗുരുദേവൻ ചോദിച്ചു, ഇത് എന്താണ്? നെയ്ത്തുകാരൻ ആ ചോദ്യം കേട്ട് ഒന്നമ്പരന്നു. കാരണം കുട്ടികൾക്ക് പോലും അത് തുണി നെയ്യുന്നതിനുള്ള പാവാണെന്ന് അറിയാവുന്നതാണ്. അതിനാൽ ഗുരുദേവൻ അപ്പോൾ അങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥമെന്തെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. എങ്കിലും ഗുരുദേവൻ ചോദിച്ചതിന് അയാൾ വേഗം മറുപടി പറഞ്ഞു, ഇത് പാവാണ്. ഗുരുദേവൻ, ഓഹോ, ഇത് പാവാണോ? കഷായത്തിനാണോ? പാവ് എന്നൊരു അങ്ങാടി മരുന്നുള്ളതായി ആ നെയ്ത്തുകാരന് നേരത്തെ അറിയാമായിരുന്നു. അതിനാൽ ആ പാവല്ല എന്ന അർത്ഥത്തിൽ അയാൾ പറഞ്ഞു, അപ്പാവല്ല. അത് കേട്ടിട്ട് ഗുരുദേവൻ ഒരു ചെറു മന്ദസ്മിതം തൂകിക്കൊണ്ട് ചോദിച്ചു, അപ്പാവല്ലെങ്കിൽ പിന്നെയാര്? സുബ്ബയ്യനോ? അത് കേട്ടപാടെ ആ നെയ്ത്തുകാരനും തുഴച്ചിൽക്കാരനും ചിരിച്ചുപോയി. ഉള്ളിൽ സംഘർഷമുണ്ടാക്കിക്കൊണ്ടിരുന്ന ചില ചിന്തകളുമായിട്ടായിരുന്നു ആ നെയ്ത്തുകാരന്റെ അപ്പോഴത്തെ യാത്ര. അത് ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു ഗുരുദേവന്റെ ആ ചോദ്യവും നർമ്മസംഭാഷണവും ഉണ്ടായതെന്ന് അയാൾക്ക് ബോധ്യമായി. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.